ഹായ് എവ്രി വൺ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാടൻ സിമ്പിൾ ചിക്കൻ കറിയാണ് കേട്ടോ. അതിനായിട്ട് 3 മീഡിയം സൈസ് ഒനിയൻ സ്ലൈസ് ചെയ്തെടുക്കുക, 2 ചെറിയ ടൊമാറ്റോ അരിഞ്ഞത്, ഒരു പിടി മല്ലിയില ചെറുതായി അരിഞ്ഞെടുക്കുക, ചെറിയ കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുക്കുക, 3 എരിവുള്ള പച്ചമുളക് അരിഞ്ഞെടുക്കുക. പിന്നീട് മസാലകളും എടുക്കാം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് 2 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ ഗരം മസാല, 1/2 സ്പൂൺ പെരിഞ്ജീരകമാണ്. ഇനി ചിക്കനിലേക്ക് പുരട്ടാനായി 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ 1/4 സ്പൂൺ ഉപ്പ് എടുക്കുക. 500 ഗ്രാം ചിക്കൻ നന്നായി കഴുകി എടുക്കുക. ഈ കഴുകിയെടുത്ത ചിക്കനിലേക്ക് മസാല പുരട്ടി റെസ്റ്റ് ചെയ്യാനായി 10 മിനിറ്റ് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം. കടായി നന്നായി ചൂടായ ശേഷം 2 സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായി വരുമ്പോൾ സ്ലൈസ് ചെയ്ത് വെച്ച ഒനിയൻ, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എന്നിവ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഉള്ളി നന്നായി മൂത്ത് വരണ വരെ അടി പിടിക്കാതെ നന്നായി ഇളക്കി കൊടുക്കുക. ഉള്ളി നന്നായി മൂത്ത് വന്ന ശേഷം നമുക്ക് മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ മസാലയുടെ പച്ചമണം മാറി വരണവരെ നന്നായി ഇളക്കി കൊടുക്കുക. മസാലയുടെ പച്ചമണം നന്നായി മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കാം. ടൊമാറ്റോ നന്നായി സോഫ്റ്റായി വരണവരെ ഇളക്കി കൊടുക്കുക. ടൊമാറ്റോ നന്നായി സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി റെസ്റ്റ് ചെയ്യാൻ വച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ ഈ മസാലയിലേക്ക് നന്നായി ഇളക്കി പിടിപ്പിക്കുക. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ തുറന്നു വച്ച് 10 മിനിറ്റ് വേവിക്കുക. മിനിറ്റിന് ശേഷം നന്നായി വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ചിക്കൻ്റെ മുകളിൽ നിൽക്കുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കണം. ശേഷം മൂടി വെച്ച് 20 മിനിറ്റ് നന്നായി ഒരു മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് നന്നായി ഇളക്കി കൊടുക്കേണ്ടതാണ്. ഇരുപത് മിനിറ്റിന് ശേഷം വെള്ളം നന്നായി വറ്റി ചിക്കൻ പീസ് നന്നായി വെന്ത് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന മല്ലിയില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നല്ല ചൂടോടെ അപ്പത്തിൻ്റെയോ ചോറിൻ്റെയോ ചപ്പാത്തിയുടെയൊക്കെ കൂടെ സെർവ് ചെയ്യാവുന്നതാണ്.